ഈ പകലത്തെ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിന് ആധാരമായി നിങ്ങളെ പരിചയപ്പെടുത്തിയ വേദഭാഗം ഉത്തമഗീതം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ഈ വാക്യം ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചിതമാണെന്ന് കരുതുകയാണ്. ഇന്ന് പകലത്തെ ധ്യാനത്തിന് ആധാരമായി നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഉത്തമഗീതമായതുകൊണ്ട് ഉത്തമഗീതത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ചുരുക്കമായി ഓർപ്പിച്ച് ഈ വാക്യത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക്, ചിന്തകളിലേക്ക്, ദൂതുകളിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 66 പുസ്തകമടങ്ങിയ നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമായ വിശുദ്ധ വേദപുസ്തകത്തിൽ എന്താണ് ഉത്തമഗീതത്തിൻ്റെ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ പ്രസംഗവേദിയിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ നിഷ്കാസനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പുറംതള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉത്തമഗീതം ഒരധികപ്പറ്റാണെന്ന് പഠിപ്പിക്കുന്ന വേദപണ്ഡിതന്മാരുടെ എണ്ണവും കുറവല്ല. സാധാരണഗതിയിൽ ഉപവാസ പ്രാർത്ഥനകളിലോ സഭാരാധനകളിലോ ഒന്നും ഉത്തമഗീതം അങ്ങനെ ആരും വായിച്ച് പ്രസംഗിക്കാറില്ല. വീട്ടുപ്രാർത്ഥനകളിൽ നമ്മൾ ഉത്തമഗീതങ്ങൾ വായിക്കാറില്ല. ഞാൻ തുടർമാനമായി എൻ്റെ പിള്ളേരെ കൊണ്ട് കുടുംബ പ്രാർത്ഥനയിൽ 150 സങ്കീർത്തനവും വായിപ്പിച്ചു. സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ സദൃശ്യവാക്യങ്ങൾ വായിച്ചു. അത് തീരാറായപ്പോൾ ഇപ്പോൾ ലേഖനങ്ങളും സുവിശേഷങ്ങളും കുടുംബ പ്രാർത്ഥനയിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പോലും കുടുംബ പ്രാർത്ഥനയിൽ ഉത്തമഗീതം വായിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അവർ വായിക്കത്തുമില്ല. സഭായോഗത്തിൽ സങ്കീർത്തനം വായിക്കുന്നൊരു പതിവുണ്ട്. ഏതെങ്കിലും സഭകളിൽ പാസ്റ്റർ എഴുന്നേറ്റ് ഇന്ന് നമുക്ക് ഉത്തമഗീതം 3-ാം അധ്യായം വാക്യപ്രതിവാക്യമായി വായിക്കാമെന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. അപ്പോൾ നമ്മുടെ ആരാധനകളിൽ അധികം പ്രത്യക്ഷപ്പെടാത്ത ഒരു പുസ്തകമാണ് ഉത്തമഗീതം. പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാനൊന്ന് സമഗ്രമായ ഒരു വിചിന്തനം നടത്തിയപ്പോൾ എനിക്ക് ലഭിച്ച 1-2 അറിവുകൾ ഞാനൊന്ന് പറഞ്ഞ് ദൂതിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത്ര മനോഹരമായ പേരുള്ളൊരു പുസ്തകം വേറെയില്ല. ഉത്തമ ഗീതം, അല്ലെങ്കിൽ സോങ് ഓഫ് സോങ്സ്. ഈ പുസ്തകത്തിൻ്റെ പേര് ഉത്തമഗീതം എന്നുള്ളതായതുകൊണ്ട് ഇത് വായിക്കേണ്ടിയതും ഉത്തമന്മാരായ ആളുകൾ തന്നെയാണ്. ദൈവത്തിന് മഹത്വം. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത, സ്നാനപ്പെട്ടിട്ടില്ലാത്ത, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശയില്ലാത്ത ഒരു വ്യക്തി ഈ പുസ്തകം വായിച്ചാൽ ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ പ്രതികരണം വ്യത്യസ്തമായിരിക്കും. കുറേ നാൾ മുമ്പ് ഒരു വനിതാ മന്ത്രിക്ക് ബൈബിൾ വായിക്കാൻ ഒരാഗ്രഹം. അവരുടെ യാത്രയിൽ എവിടുന്നോ ഒരു വേദപുസ്തകം സംഘടിപ്പിച്ച് ഒരൊഴിവ് ദിവസം കണ്ടെത്തിയവരുടെ മുറിയിൽ, സ്വീകരണ മുറിയിലെ ടേബിളിൽ പുസ്തകം വെച്ചു കുളിച്ച് ശുദ്ധിയുള്ളവളായി വന്ന് കസേരയിലിരുന്ന് നമസ്തേ എന്ന് പറഞ്ഞ് ഈ പുസ്തകം തുറന്നപ്പോൾ നിർഭാഗ്യം ആദ്യം അവർക്ക് കിട്ടിയത് ഉത്തമഗീതമാണ്. ആവലോടെ ഓരോ അധ്യായവും വായിച്ചു മുൻപോട്ട് പോകും തോറും മന്ത്രി മുങ്കുവയുടെ മുഖം മാറി ദീർഘിപ്പിച്ചില്ല. ആഞ്ഞടച്ച് പുസ്തകം മേശമൂലിലേക്ക് തെള്ളിവിട്ടിട്ട് അവർ ചോദിച്ചു, ഇതാണോ വിശുദ്ധ ഗ്രന്ഥം? അതാ ഞാൻ പറഞ്ഞത്, കാര്യത്തിൻ്റെ ഗൗരവമറിയാത്ത, യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശയില്ലാത്ത, രക്ഷാനിർണയം പ്രാപിച്ചിട്ടില്ലാത്തൊരു വ്യക്തി ഈ പുസ്തകം വായിച്ചാൽ ആഞ്ഞടച്ച് മേശമൂലയിലേക്ക് തെള്ളിവിടാനേ പറ്റത്തുള്ളൂ. എന്നാൽ വിശുദ്ധിയോടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ പുസ്തകം വായിച്ചാൽ ആഞ്ഞടച്ച് മേശമൂലയിലേക്ക് തെള്ളിവിടത്തില്ല. ആനന്ദ നൃത്തം ചെയ്തവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. 4 ഉള്ളടക്ക സ്വഭാവം ഉത്തമഗീതത്തിനുണ്ട്. 4 വ്യാഖ്യാനങ്ങളും ഉത്തമഗീതത്തിനുണ്ട്. അത് ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. ഉത്തമഗീതത്തെക്കുറിച്ച് ഞാനൊരു ധ്യാനം നടത്തിയപ്പോൾ 4 ഉള്ളടക്ക സ്വഭാവമുള്ള, 4 വ്യാഖ്യാന വിധമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഉത്തമഗീതം. എന്താണ് ഉത്തമഗീതത്തിൻ്റെ 4 ഉള്ളടക്ക സ്വഭാവം? 1, 2-3 കഥാപാത്രങ്ങളെ അണിനിരത്തിക്കൊണ്ട് അവതരിപ്പിച്ച ഒരു നാടകമാണ് ഉത്തമഗീതമെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. 2, കാമ്പില്ലാത്ത, കഴമ്പില്ലാത്ത ഒരുപിടി പ്രേമഗാനങ്ങളുടെ സമാഹാരമാണ് ഉത്തമഗീതമെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. 3, വിവാഹമംഗല്യ കർമ്മങ്ങളിൽ ആലപിക്കുന്ന ഒരുപിടി പ്രേമഗാനങ്ങളുടെ സമാഹാരമാണ് ഉത്തമഗീതമെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്.
4 കാർഷിക ദേവപൂജയുടെ ആരാധനാക്രമമാണ് ഉത്തമഗീതമെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെ 4 ഉള്ളടക്ക സ്വഭാവമാണ് ഉത്തമഗീതത്തിനുള്ളത്. ഇനിയും 4 വ്യാഖ്യാനവിധമുണ്ട്. ആ 4 വ്യാഖ്യാനവിധവും ഞാൻ ഓടിച്ചൊന്ന് വായിച്ചിട്ടുണ്ട്. 1, ദൈവവും ആത്മാവുമായുള്ള ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. 2, ദൈവവും ഇസ്രായേലുമായുള്ള ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. 3, മനുഷ്യപുത്രനും മനുഷ്യവർഗവും തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. 4, മണവാളനാകുന്ന ക്രിസ്തുവും മണവാട്ടിയാകുന്ന സഭയും തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് ഈ പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. 4 വ്യാഖ്യാന വിധങ്ങളിൽ എന്നെ ഏറെ ആകർഷിച്ചത് 4ാമത്തെ വ്യാഖ്യാനമാണ്. മണവാളനാകുന്ന ക്രിസ്തുവും മണവാട്ടിയാകുന്ന സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. എന്നാൽ ഈ ആത്മദമനത്തിൻ്റെ 17ാമത്തെ പകൽ ആ 4ാമത്തെ വ്യാഖ്യാനത്തിൽ നിന്നുകൊണ്ടല്ല ഈ വായിച്ച വാക്യത്തെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ആത്മാവിൻ്റെ തീ കത്തുന്നൊരു പ്രാർത്ഥനയായതുകൊണ്ട് ഈ വായിച്ച വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് 100% ആമേൻ ഒരാത്മീക ദൂതാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ശൂലേമിയുടെ സഹോദരങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ച് തരുവീൻ. അപ്പം നിങ്ങളുടെ മൗനാനുവാദത്തോടെ ഈ 17ാമത്തെ പകൽ എൻ്റെ സന്ദേശത്തിന് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിന് ഞാനൊരു തലക്കെട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാര്. മറക്കല്ല്, ഈ രാത്രി ഒരുമിച്ച്, ഈ പകൽ ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൂതിൻ്റെ തലക്കെട്ട് മറന്നു പോകരുത്. നമ്മളുടെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. കരമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ആത്മനിറവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കളായിരിക്കണം. നമ്മുടെ മുന്തിരിത്തോട്ടത്തെ മുച്ചൂടും മുടിക്കുവാൻ പ്രത്യക്ഷമായും അപ്രത്യക്ഷമായും അണിയറയിൽ ശത്രു നടത്തുന്ന പരിശ്രമങ്ങൾ അഴിഞ്ഞ് വീഴുന്ന പകലാണ് ഈ 17ാമത്തെ പകലെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ ആ ദൂത് എന്നോടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൂത് ഏറ്റെടുക്കുവാൻ തയ്യാറായ ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് അല്പനിമിഷം ആത്മാവിൽ ഒന്ന് ശക്തിയോടെ ബലപ്പെട്ടാട്ടെ. കരമടിച്ച് ആത്മാവിൽ ശക്തിയോടെ ഒന്ന് ബലപ്പെട്ടാട്ടെ. നമ്മുടെ മുന്തിരിത്തോട്ടത്തിന് വിരോധമായി നാം അറിയാതെ പ്രത്യക്ഷമായും അപ്രത്യക്ഷമായും ചലിക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ അഴിഞ്ഞ് താഴെ വീഴുന്ന പകലായതെന്ന് ആത്മാവ് ഇന്ന് രാത്രി ആലോചന പറഞ്ഞാൽ ഈ പകൽ ആലോചന എന്നോടാണെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ മനസ്സുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് അല്പനിമിഷം ആത്മാവിൽ ബലപ്പെടാം. മറക്കരുത്, മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാര്. പ്രൈസ് ദി ലോർഡ്. തോട്ടങ്ങൾ പലതുണ്ട്. നമ്മൾ ഈ വടക്കൻ മേഖലകളിലേക്കൊക്കെ പോകാമെങ്കിൽ, ഹൈറേഞ്ച് മേഖലകളിലേക്കൊക്കെ പോകാമെങ്കിൽ അവിടെ തേയിലത്തോട്ടങ്ങൾ കാണാം. കാപ്പിത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളും. ഞങ്ങളുടെ മധ്യതിരുവിതാംകൂറിലേക്ക് വരാമെങ്കിൽ ചെറുതും വലുതുമാകുന്ന ഏക്കർ കണക്കിനുള്ള റബ്ബറും തോട്ടങ്ങളൊക്കെയുണ്ട്. എന്നാൽ ഇവിടെ ശൂലേമിയുടെ സഹോദരങ്ങൾ പറയുന്നത് മറ്റൊരു തോട്ടം എന്നല്ല, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ച് തരുവീൻ. മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ, മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെന്നൊരു വിഷയം ഈ 17ാമത്തെ പകൽ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ എനിക്കിന്ന് പകൽ ഓർപ്പിക്കുവാനുള്ളത് മുന്തിരിയെക്കുറിച്ചാണ്, മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാണ്. എന്താണ് മുന്തിരിയുടെ പ്രത്യേകത പറയാം. നമുക്കേവർക്കും വളരെ ഇഷ്ടമുള്ള വിശേഷാലൊരു പഴവർഗ്ഗമാണ് ഏത്? മുന്തിരി. മുന്തിരി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കാൻ പറഞ്ഞാൽ ഒറ്റ കൈയും ഇവിടെ പൊങ്ങുകയില്ല. എവിടെയോ ഒരു സ്ഥലത്ത് ഞാനൊരു യോഗത്തിൽ പ്രസംഗിച്ചനന്തരം ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച ശേഷം എനിക്ക് കഴിക്കാൻ ഒരു പ്ലേറ്റ് മുന്തിരിക്കൊല അവിടെ കൊണ്ടുവച്ചു. കഴുകി നല്ല നനവുള്ള മുന്തിരിക്കൊല്ല. ഞാനതിൽ 2 എടുത്ത് കഴിക്കുമ്പോൾ ആ സമയം കൊണ്ട് അതിലെ മുക്കാ ഭാഗവും ആ വീട്ടിലെ ഗൃഹനാഥൻ കഴിച്ചു. ഞാൻ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷുഗർ ഹൈ ആണ്, ഇരിസിൽ ദിവസം 4 എടുക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വീക്ക്നെസ് ആണ് മുന്തിരി. കിട്ടിയാൽ അപ്പം ഞാൻ തീർക്കും.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരും ഭുജിക്കാൻ ഇഷ്ടപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു പഴവർഗ്ഗമാണ് ഏത്? മുന്തിരി. ഞാൻ എവിടെയോ ഒരു ശുശ്രൂഷയ്ക്ക് യാത്രയിൽ ഇങ്ങനെ ട്രെയിനിൽ പോകുക. ആ സമയം ഒരു പുസ്തക കച്ചവടക്കാരൻ വന്ന് എൻ്റെ മടിയിലേക്ക് കുറച്ച് പുസ്തകം ഇട്ടു. പല പുസ്തകങ്ങളുണ്ട്, കുറേ മണിക്കൂറുകൾ യാത്രയുണ്ട്. എന്നാൽ ഒന്ന് വായിക്കാമെന്ന് കരുതി ഞാൻ തിരഞ്ഞെടുത്തത് ഇന്ത്യ ടുഡേയാ. ആ ഇന്ത്യ ടുഡേ എടുത്ത് പൈസ കൊടുത്ത് അയാൾ പോയി. ട്രെയിൻ മൂവ് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ താളുകൾ തുറന്നിങ്ങനെ നോക്കി. അതിനകത്ത് നല്ല അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരൻ മുന്തിരിയെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിരിക്കുക. ഞാൻ വളരെ കാര്യമായി അത് വായിച്ചു. അദ്ദേഹം മുന്തിരിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ലേഖനത്തിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന അതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് 1600 പരം ഇനം മുന്തിരിയുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. 1600 പരം ഇനം മുന്തിരി. ഞാൻ കഴിച്ചത് 4 ഇനമാണ്, 5 ഇനമാണ്. നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് 1600 കഴിച്ചെന്ന് തോന്നുന്നു. നമ്മൾ 10 കൂടുതൽ കഴിച്ചിട്ടില്ല. ഇന്ത്യ ടുഡേക്കകത്ത് എഴുതി വച്ചിരിക്കുന്നത് 1600 പരം ഇനം മുന്തിരിയുണ്ട്. എന്നിട്ട് മുന്തിരിയുടെ സവിശേഷതകളെ കുറിച്ച് 1, 2, 3, 4 എന്ന ക്രമത്തിൽ അക്കമിട്ട് അദ്ദേഹം ഒട്ടെഴുതി. അത് വായിച്ചപ്പോൾ വല്ലാത്തൊരു കുളിര് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ പറയാം. എന്നിട്ട് വേദപുസ്തക വായനയിൽ നിന്നും എനിക്ക് ലഭിച്ച മുന്തിരിയുടെ സവിശേഷതകളെ കുറിച്ച് ഒന്ന് ഓർപ്പിച്ച് നമ്മുടെ ദൂതിൻ്റെ ഗൗരവമായ ഭാഗത്തേക്ക് ഇന്ന് പകൽ നമ്മൾ തിരിയും. ഞാൻ ഇന്ന് പകൽ ഇവിടെ വിളംബരം ചെയ്യുന്ന ദൂതിൻ്റെ സ്വഭാവമെന്ന് പറയുന്നത് ഇങ്ങനെ ശാന്തമായി കേട്ടിരിക്കാനുള്ളൊരു ദൂതല്ല. ശാന്തമായി കേട്ട് എഴുതിയെടുത്ത് മിണ്ടാതെ മടങ്ങിപ്പോകാനൊരു ദൂതല്ല. ഇന്ന് പകൽ ഞാൻ ഇവിടെ വിളംബരം ചെയ്യുന്ന ദൂതിൻ്റെ പ്രത്യേകത, ആ ദൂത് കേട്ട് ഏറ്റെടുത്ത് ആരാധിക്കുമ്പോഴാണ് ആ ദൂതനകത്തെ വിടുതൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ മൗനമായിരുന്ന് കേട്ടാലും ദൂതിൻ്റെ ഗൗരവമായ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആരാധനയുടെ അകമ്പടിയോടെ നിങ്ങൾ ആ ദൂത് ഏറ്റെടുക്കുവാൻ ഞാൻ വിനയത്തോടെ ശുപാർശ ചെയ്യുക. മുന്തിരിയുടെ പ്രത്യേകതകളെ കുറിച്ച് കുറെ കാര്യങ്ങൾ അദ്ദേഹം എഴുതി. 1, മുന്തിരി ദാഹം മാറ്റുന്നു. 2, മുന്തിരി ക്ഷീണം മാറ്റുന്നു. 3, മുന്തിരി പ്രസരിപ്പ് നൽകുന്നു. 4, മുന്തിരി ഉന്മേഷം നൽകുന്നു. 5, മുന്തിരി ഉത്സാഹം നൽകുന്നു. 6, മുന്തിരി തുടിപ്പ് നൽകുന്നു. 7, കാറ്റ് കയറാതെ പൊടി കയറാതെ ഭദ്രമായി വെച്ചാൽ എത്ര ആണ്ട് കഴിഞ്ഞാലും കേടുപറ്റാത്ത ഒന്നാണ് മുന്തിരി. 8, ഇരിക്കും തോറും വീര്യം വർദ്ധിക്കുന്ന ഒന്നാണ് മുന്തിരി. 9, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപമയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഉപമയാണ് മുന്തിരിയെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞ ഉപമ. 10, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ദുസ്സഹമായ പീഡകളെ സ്മരിക്കുന്ന പാവനമാകുന്ന തിരുമേശയിൽ അവന്റെ പരിശുദ്ധ രക്തത്തിന് നിഴലായി നാം പ്രാർത്ഥിച്ചുപയോഗിക്കുന്നത് ദ്രാക്ഷാരസമാണ്, മുന്തിരിയുടെ വീഞ്ഞാണ്. ഇനിയും 11ാമത്തെ പ്രത്യേകത ഞാൻ ഗൗരവമായെന്ന് ഓർപ്പിച്ചിട്ട് ആ ദൂതിന്റെ ഗൗരവമായ ഭാഗത്തേക്ക് നമ്മൾ തിരിയുമ്പോൾ മിണ്ടാതിരിക്കരുത്. എൻ്റെ കൂടെ നിങ്ങൾ തിരിഞ്ഞോണം. തിരിഞ്ഞില്ല എങ്കിൽ അവസാനം വരെ ഇങ്ങനെ മിണ്ടാതിരിക്കാനേ പറ്റത്തുള്ളൂ. എന്താണ് മുന്തിരിയുടെ 11ാമത്തെ പ്രത്യേകത? ഒന്ന് കേൾക്കണേ. ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ രാഷ്ട്രീയത്തിൽ അത്തിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ സാമ്പത്തികത്തിൽ ഒലിവിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ ആത്മീകത്തില് മുന്തിരിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്താണ് മുന്തിരിയുടെ ഏറ്റവും സവിശേഷാലുള്ള പ്രത്യേകത? ദൈവജനമാകുന്ന ഇസ്രായേലിനെ രാഷ്ട്രീയത്തിൽ അത്തിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ അവരെ സാമ്പത്തികത്തിൽ ഒലിവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അവരെ സാമ്പത്തികത്തിൽ ഒലിവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ അവരെ ആത്മീയത്തിൽ മുന്തിരിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എക്കാലഘട്ടങ്ങളിലും ഇസ്രായേൽ ജനത്തിന്റെ ആത്മീക ജീവിതത്തെ കാണിക്കുന്ന ഒരനുഭവമാണ് മുന്തിരിയെങ്കിൽ
ഒട്ടും വ്യത്യാസമില്ല. യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മുടെ ആത്മീക ജീവിതത്തെ കാണിക്കുന്ന ഒരനുഭവമാണ് മുന്തിരി. മറന്നു പോകരുത്. അപ്പൊ എന്താ മുന്തിരിയുടെ പ്രത്യേകത? കൃപ പ്രാപിച്ച ദൈവജനത്തിൻ്റെ ആത്മീക ജീവിതത്തെ കാണിക്കുന്ന ഒരനുഭവമാണ് മുന്തിരിയെങ്കിൽ, മുന്തിരിത്തോട്ടമെങ്കിൽ. നമ്മുടെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെന്ന് പറഞ്ഞ് നമ്മുടെ ആത്മീക ജീവിതത്തെ തകർക്കുന്ന അന്ധകാര ശക്തികൾ ഈ 17ാമത്തെ പകൽ ആത്മനിറവിലൊരു നിയോഗത്തോടെ ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്ന ദൂത് അത് തന്നെയാണ്. ജയകരമായ, ആമേൻ, ആരോഗ്യപരമായ, ആക്ഷേപരഹിതമായ നമ്മുടെ ആത്മീക ജീവിതത്തെ മുച്ചൂടും മുടിക്കുവാൻ പോരാടുന്ന അന്ധകാര ശക്തികൾ. അതിനെതിരെ ഇന്ന് പകൽ കൃപ പ്രാപിച്ച നാം ഒരു യുദ്ധം നടത്താൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ രോഗിയാക്കുന്ന ശക്തിക്കെതിരെ അല്ല ഇന്ന് പകൽ നിനക്ക് യുദ്ധം വേണ്ടിയത്. നിന്റെ സമ്പത്ത് തകർക്കുന്ന ശക്തിക്കെതിരെയല്ല ഇന്ന് പകൽ നിനക്ക് യുദ്ധം വേണ്ടിയത്. നിന്റെ വീടിന്റെ പണി മുടക്കുന്ന പോരാട്ടത്തിനെതിരെയല്ല ഇന്ന് പകൽ നിനക്ക് യുദ്ധം വേണ്ടിയത്. ജയകരമായ നിന്റെ ആത്മീക ജീവിതത്തെ മുടിച്ചു കളയാൻ പ്രത്യക്ഷമായും അപ്രത്യക്ഷമായും വ്യാപരിക്കുന്ന അന്ധകാര പടകളോട് സർവായുധവർഗം ധരിച്ച് യുദ്ധം ചെയ്യുവാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽ നിനക്ക് തയ്യാറാണെങ്കിൽ അല്പനിമിഷം ആത്മാവിൽ ഒന്ന് ഉണരുക. അന്യഭാഷകളിലെ കരമടിച്ച് അല്പനിമിഷം കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ശക്തിയോടെ ഈ 17ാമത്തെ പകൽ നിന്റെ ശരീരത്തിലൊരു വിടുതൽ വെളിപ്പെടുന്നതിനേക്കാൾ, ഈ 17ാമത്തെ പകൽ നിന്റെ ഭൗതിക മേഖലയിൽ ഒരു വിടുതൽ വെളിപ്പെടുന്നതിനേക്കാൾ, അല്ല 21 ദിവസത്തെ ആത്മീക ഈ ആരാധനയിൽ ആത്മദമനത്തില് നിന്റെ ഭൗതിക വിഷയത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുന്നതിനേക്കാൾ അപ്പുറം നിന്റെ ആത്മീക ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ നൽകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. എന്റെ ശരീരത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുന്നതിനേക്കാൾ, എന്റെ സാമ്പത്തിക വിഷയത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുന്നതിനേക്കാൾ, എന്റെ കുടുംബത്തിൽ ഒരു ഭൗതിക വിടുതൽ വെളിപ്പെടുന്നതിനേക്കാൾ, എന്റെ ആത്മീക ജീവിതത്തിൽ ശക്തമായ ഒരു വിടുതൽ അയക്കണമേ എന്നാഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ ദൈവകൃപയെ തകർക്കാൻ ശ്രമിക്കുന്ന, ജയകരമായ നിന്റെ ആത്മീക ജീവിതത്തെ മുച്ചൂടും മുടിക്കാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികൾ അഴിഞ്ഞു പരാജയപ്പെടുന്ന പകല് ആരോഗ്യപരമായ ജയകരമായ ഒരു ആത്മീക ജീവിതത്തിന്റെ ഉടമസ്ഥനാക്കി ഇന്ന് പകൽ നിന്നെ മടക്കി അയക്കാൻ ഈ ദൂതിന്റെ പിമ്പിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. രക്തത്താൽ ജയം. ആത്മീക വിഷയത്തിൽ വിടുതൽ വെളിപ്പെട്ടാൽ, ആത്മീക വിഷയത്തിൽ വെളിപ്പെടുന്ന വിടുതലിന്റെ പ്രതിഫലനം നിന്റെ സകല ഭൗതിക മേഖലകളിലും വ്യാപരിക്കും. അത് തിരിച്ചറിയുന്ന എത്ര ദൈവകുഞ്ഞുങ്ങൾ ഇന്ന് പകലത്തിനകത്തുണ്ട്. പലതിലും നീ കെട്ടപ്പെട്ട് കിടക്കുന്നത്, പലതിലും നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്, പലതിലും നീ ഞെരുക്കം അനുഭവിക്കുന്നത്, പലതിലും നീ പോരാട്ടം നേരിടുന്നത്, ആത്മീക വിഷയത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഒരു വിടുതൽ വെളിപ്പെട്ടിട്ടില്ല. ഈ പ്രാർത്ഥനയുടെ നടുവിൽ അതിനായി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് പകൽ ഞാൻ ഉറക്കെ പറയാ, നമ്മുടെ ആത്മീക മേഖലകളിൽ വെളിപ്പെടുന്ന വിടുതലിന്റെ പ്രതിഫലനം സകല ഭൗതിക മണ്ഡലങ്ങളിലും വ്യാപരിക്കുമെന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവകുഞ്ഞുങ്ങളുണ്ട്. കരമടിച്ചാത്മാവിൽ ബലപ്പെടാം, കരമടിച്ചാത്മാവിൽ ബലപ്പെടാം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ, ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളാണ് ഇന്ന് പകൽ ഇതിനകത്ത് വന്നത്. കരമടിച്ചാത്മാവിൽ ബലപ്പെടാം, കരമടിച്ചാത്മാവിൽ ബലപ്പെടാം. നീ ആത്മാവിൽ ശക്തിപ്പെടുമ്പോൾ, നീ ആത്മീക വിഷയത്തിൽ വെളിപ്പെടുമ്പോൾ നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെയുള്ള കെട്ടുകൾ താനെ അഴിയും. നീ ആത്മീയ വിഷയത്തിൽ ബലപ്പെടുമ്പോൾ നിന്റെ രോഗങ്ങൾ താനെ അഴിഞ്ഞു പോകും. നീ ആത്മീക വിഷയത്തിൽ വെളിപ്പെടുമ്പോൾ നിന്നെ ഞെരുക്കുന്ന സകല ഭൗതിക കുരുക്കുകളും അഴിഞ്ഞു മാറും. ആത്മാവിൽ ബലപ്പെടുക. ഹല്ലേലൂയ.
മുന്തിരി ദൈവജനത്തിന്റെ ആത്മീക ജീവിതത്തെ കാണിക്കുന്ന ഒന്നാണെങ്കിൽ, മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതത്തെ തകർക്കുന്ന ദുഷ്ടശക്തികള്.